മറ്റൊരു സന്ദർഭത്തിലായിരുന്നു ഇത് നടത്തിയിരുന്നതെങ്കിൽ വളരെ നന്നായിരുന്നു. എന്താന്ന് വെച്ചാ എന്റെ മനസ്സൊന്ന് തയ്യാറെടുക്കണ്ടേ. വികാസിനോട് വരണ്ടെന്ന് നിഹാരികയോട് പറഞ്ഞ് അവനോട് പറയാൻ പറ. ശുഭകാര്യങ്ങൾ തുടങ്ങണമെന്നല്ലാതെ അത് മുടക്കാൻ പാടില്ല മോളെ. ഞങ്ങൾ എന്ത് ചെയ്താലും അത് നിന്റെ നന്മയ്ക്കല്ലേ. എതിർത്തൊന്നും പറയരുത്. മോള് സമ്മതിക്കണം. വായിട്ട തൻ്റെ കയ്യില്ലേ, ഇതിൽ ഞാനല്ലാതെ വേറൊരുത്തനും പിടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വികാസ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. താൻ ടെൻഷൻ ആവണ്ട. തന്നെ എനിക്ക് ദൈവമായിട്ട് തന്നതാണ്. മറ്റൊരുത്തനും തന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. മറ്റൊരാളും ഭർത്താവായിട്ട് തൻ്റെ ജീവിതത്തിലേക്ക് വരാൻ സമ്മതിക്കില്ല. നിഹാരികയുടെ കുടില ബുദ്ധി നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടി പലതും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും തന്നെ ഞാൻ ഉപേക്ഷിക്കാൻ വേണ്ടി മാത്രം ഇവിടെ ഒന്നും നടക്കില്ല. ധൈര്യമായിട്ടിരിക്കെ. നിങ്ങൾ സമാധാനിപ്പിച്ചാലും ആ വികാസ് വന്ന എന്താ സംഭവിക്കാൻ പോവെന്നും എനിക്ക് പേടിയുണ്ട് കേട്ടോ. എടാ നിന്നെ ശകുനപ്പിഴ പോലെ നീ ഇങ്ങനെ മുന്നിൽ വരുന്നത് എങ്ങനെയാ? റോഡിലേക്ക് ഇറങ്ങുമ്പോഴൊക്കെ നിന്നെ പോലുള്ള കുടിയന്മാരെ മാത്രം എനിക്ക് ഓർമ്മ വരുന്നേ. നിന്നെ ഒന്ന് കാണാൻ നോക്കിയിരിക്കായിരുന്നു. ചിലതൊക്കെ പറയാനുണ്ട് എനിക്ക്. അന്ന് നീ രക്ഷപ്പെട്ടു. ഇന്ന് ഞാൻ നിന്നെ വെറുതെ വിടാനേ പോകുന്നില്ല. ഏയ് കൈയെടുക്ക്. നടക്കടാ സ്റ്റേഷനിലേക്ക്. ഞാൻ വളരെ തിരക്കിട്ട ഒരു കാര്യത്തിന് പോവാ. എന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ട, അല്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ച് നിൽക്കുക. നിനക്ക് ഭ്രാന്താണെങ്കിൽ എനിക്കിപ്പോ എന്താടാ? അന്ന് റോഡിൽ നീ കാണിച്ച തെറ്റിന് ശിക്ഷ നീ അനുഭവിച്ചേ പറ്റൂ. വാടാ വാ. എന്നെ ഒരാൾ ചതിച്ചതിന്റെ ഇറിറ്റേഷനിലാ ഉള്ളത്. ഇപ്പൊ നീ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ നിന്നാ കൊന്നുകളയും നിന്നെ ഞാൻ. നീ എന്നെ കൊല്ലുവോടാ? കൊല്ല്. റോഡിൽ ആളെ ഇടിച്ചിട്ട മനുഷ്യത്വം ഇല്ലാതെ അവരെ ആ വഴി തന്നെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് തെറ്റല്ലേന്ന് ഒരാൾ ചോദിച്ചാ കൊന്നു കളയൊന്ന് പറയാൻ പാകത്തിന് വളർന്നോ നീയൊക്കെ? ഇന്ന് ഇതിന് ഞാൻ എന്തായാലും ഒരു തീരുമാനം ഉണ്ടാക്കും. നിന്നെ പോലൊരു മൃഗം റോഡിൽ ഇറങ്ങി നടക്കരുത്. ജയിലിൽ കിടക്കണം. വാടാ വാ. ആരെങ്കിലും ഒന്ന് ഓടി വാ. ചേട്ടാ ഇവളുമായിട്ടൊരു വഴക്കിന് നിന്നാ അത് വലിയ പ്രശ്നമാകും. ഇവളുടെ കാര്യം പിന്നീട് നോക്കാം. ഈ ദുഷ്ടനെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം. പ്ലീസ് ആരെങ്കിലും ഒന്ന് വാ. എടാ നിക്കടാ അവിടെ. എടാ ഏയ് നിക്ക്. നിക്കടാ നിക്ക്. നീ ശ്രീകരനെ കണ്ടത് എപ്പോഴാന്ന് എനിക്കറിയില്ല. പക്ഷെ നീ അവനെ പ്രേമിക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് ആ നിമിഷം മുതൽ നിന്റെ ആ പ്രേമ പോരാട്ടത്തില് ഞങ്ങളും വിഷമിച്ചുകൊണ്ടേയിരിക്കുക. BP ഒക്കെ കുത്തനെ കൂടി. സ്ട്രെസിന്റെ കാര്യം പറയണ്ട. മുമ്പൊക്കെ എനിക്ക് പെട്ടെന്നൊന്നും മരിക്കരുതെന്നും കുറച്ചുനാൾ കൂടി ജീവിച്ചിരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ എത്രയും പെട്ടെന്നൊന്ന് തീർന്ന് കിട്ടിയാൽ മതിയെന്നുള്ളൂ. എന്നാ പിന്നെ ഈ കല്യാണക്കുറിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാലോ. നിങ്ങൾക്ക് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങ് പോയിക്കോ. അതിനു മുന്നേ പോവണ്ട. അപ്പോ ഞങ്ങൾ ചത്താലും പ്രശ്നമില്ലെന്നാണോ? പിന്നെ അല്ലാതെ ഞാൻ വേറെന്താ പറയണ്ടേ? നിങ്ങളൊന്നാ സാഡിസ്റ്റിനെ വിളിച്ചു നോക്ക്.
റിങ് ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ എടുക്കുന്നില്ലല്ലോ. അയ്യോ, കുറച്ചു കഴിഞ്ഞാൽ അവൻ ഇങ്ങോട്ട് എത്തും. എന്തൊക്കെ പ്രശ്നമാവോ എന്തോ. അവനിയുടെ കഴുത്തിൽ നിന്ന് താലി ഒന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ തീരുമാനമാകും, എല്ലാത്തിനും തീരുമാനമാകും. ആദ്യം വേദവതിയമ്മയുടെ ഹാർട്ട് തീരുമാനമാവും, അത് കഴിഞ്ഞാൽ വികാസിന്റെ കൈകൊണ്ട് നമ്മുടെ കാര്യവും തീരുമാനമാവും. ഡാഡ്, നിങ്ങൾ രണ്ടുപേരും പുറത്ത് ഗേറ്റിന്റെ അവിടെ തന്നെ പോയി നിൽക്ക്. അവൻ ഇങ്ങോട്ട് വരുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞവനെ കൺവിൻസ് ചെയ്യ്. റോങ് സ്റ്റെപ്പ് ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ നോക്ക് പ്ലീസ്. അമ്മോ, ഞാൻ പോവില്ല. അവൻ എൻ്റർ ആകുന്ന സമയത്ത് എൻട്രിയിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ ബുള്ളറ്റ് ഇതേ ഇവിടെ കയറ്റും. ആദ്യത്തെ ശവം എന്റെ ആയിരിക്കും. വേണമെങ്കിൽ നിങ്ങൾ പോയിക്കോ. അപ്പോ ഭാര്യയും മോളും ചത്താലും പ്രശ്നമില്ലെന്നാണോ? എന്തൊരു ദുഷ്ടനാ. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ ഞാൻ പോവില്ല അങ്ങോട്ട്. അയ്യോ, പെണ്ണുങ്ങള് പുറത്തു പോയാൽ അവർക്ക് സംശയം തോന്നും. എന്നാ നിങ്ങൾ പോണ്ട. അവന്റെ വരവൊരു പ്രളയം പോലെ ആയിരിക്കും. അതെങ്ങനെ തടുക്കണമെന്ന്. വികാസ് വന്ന ഏട്ടൻ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? എങ്ങനെയായിരിക്കും ഈ നിശ്ചയം മുടക്കാൻ പോകുന്നത്? കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാലല്ലാതെ മറ്റൊന്നും കൊണ്ട് ഇത് മുടങ്ങില്ല. പിന്നെ ഏട്ടൻ എന്ത് ധൈര്യത്തില്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ, വികാസ് ഇങ്ങ് വരും. ആവനിയും വികാസും റിംഗ് എക്സ്ചേഞ്ച് നടത്തും. ആ ചടങ്ങൊക്കെ നേരിട്ട് കാണാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ നിൽക്കുക. വികാസ് എവിടെങ്ങും കണ്ടില്ലല്ലോ. അവനെ ഒന്ന് പെടുത്താൻ നോക്കിയിട്ട് ഇതിപ്പോ ഞങ്ങള് പെട്ട അവസ്ഥയായല്ലോ. ഇപ്പൊ ഈ ചടങ്ങ് വേണ്ടെന്ന് പറഞ്ഞ അതിവിടെ പ്രശ്നമാകും. അവൻ വന്നു കഴിഞ്ഞാ അതിലും വലിയ പ്രശ്നമാവും. ഇതിനു മുമ്പുണ്ടായതുപോലെ ഇത്തവണയും ആവന് എന്തെങ്കിലും മാജിക് കാണിച്ച് വികാസിനെ തടഞ്ഞു വെച്ചതാണോ? എന്താ നീ പറയുന്നേ? വികാസ് ഷോപ്പിങ്ങിന് പോയതാണെന്ന് ഇവരൊക്കെ പറഞ്ഞതല്ലേ? അവനെന്തിനാ ഇങ്ങോട്ട് ഓടിക്കേറി? അകത്തേക്ക് കയറി കാണോ? ഇവള് വേദവതിയുടെ വീട്ടിലേക്ക് അങ്ങനെ പോകുന്ന എന്താ? അവരെ എന്തോ പരിചയമുള്ളതുപോലെ. ആ വികാസ് എത്ര വലിയ ദുഷ്ടനാണെന്ന് അമ്മയും അച്ഛനും അറിയാതെയാ നിഹാരിക ചെയ്തു വെച്ച പ്ലാനിൽ വീണുപോയത്. ആ വികാസ് ഇങ്ങോട്ടേക്ക് വരട്ടെ. അവനെങ്ങാനും ആവനിയുടെ കയ്യിൽ മോതിരയിടേണ്ട അവസ്ഥ വന്നാ അവനെ പറ്റിയുള്ള സത്യങ്ങൾ ഞാൻ പറയും. വികാസിനെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക്. ഞങ്ങൾ കുറെ വിളിച്ചു നോക്കിയതാ അമ്മേ. കോള് കണക്ട് ആവും, അപ്പൊ തന്നെ കട്ടാവുകയും ചെയ്യും. അവനെ വിളിച്ചപ്പോ വരില്ലെന്നാണല്ലോ പറഞ്ഞത്. എന്തോ ജോലിയുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഈ വീട്ടിൽ നടക്കുന്ന വാർഷികം കൂടാൻ വേണ്ടിയല്ല ഇങ്ങോട്ട് വന്നത്. ഒരു ചെറ്റ ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്.
അവനെ പിടിക്കാൻ വേണ്ടിയാ ഇങ്ങോട്ട് വന്നത്. ചെറ്റയോ? ആരാത്? വളരെ നല്ല ഇൻട്രൊഡക്ഷൻ ആണല്ലോ. കുറച്ച് ദിവസം മുമ്പ് ഒരു കള്ളുകുടിയൻ ചെറ്റ എന്നെ കാറിന് ഇടിച്ചു വീഴ്ത്തിയിട്ട് പോയി. റോഡിൽ വീണ ജീവന് വേണ്ടി പോരടിക്കുമ്പോ ഉപേക്ഷിച്ചിട്ട് പോയി അവൻ. മനുഷ്യത്വം ഇല്ലാത്ത ചെറ്റ. അതിനുശേഷം പിന്നീട് ഒരിക്കലും ഞാൻ അവനെ കണ്ടു. കാര്യം പറഞ്ഞപ്പോ കണ്ണിച്ചോരയില്ല തന്നെ തള്ളിയിട്ടിട്ട് പോയി. വീണ്ടും അവനെ ഒന്ന് കാണാൻ വേണ്ടി നിൽക്കുമായിരുന്നു ഞാൻ. ഇന്ന് അവൻ എന്റെ മുന്നിൽ പെട്ടു. പട്ടി ഓടിക്കുമ്പോൾ ഞാൻ അവനെ ഓടിച്ചു. അവനെ ഓടി രക്ഷപ്പെട്ട് കയറിയത് ഈ വീടിനകത്തേക്കാ. നമ്മുടെ വികാസിനെ കുറിച്ചല്ലല്ലോ. എനിക്ക് മനസ്സിലായിട്ടില്ല, പക്ഷെ കേട്ടിട്ട് ഇത് അവൻ തന്നെയാണെന്ന് തോന്നുന്നു. അകത്തേക്ക് പോയിട്ട് കുറെ ആയല്ലോ, പുറത്തേക്ക് വരാത്തത് എന്താ? അകത്തേക്ക് ആരും വന്നിട്ടില്ല മോളെ. ഈ വീട്ടിലേക്ക് അവൻ ഓടിക്കയറുന്നത് ഞാൻ കണ്ടതാ. എന്റെ അറിവില് ലോകത്ത് അവനെ പോലെ ഒരു നീചനും നികൃഷ്ടനും വേറെ ഉണ്ടാവില്ല. അവനെ വളർത്തിയത് ആര് തന്നെയാണെങ്കിലും ഇങ്ങനൊരു ദുഷ്ടനെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടേയില്ല. കാര്യങ്ങൾ ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് രണ്ടിലൊന്നറിയാതെ ഇവിടുന്ന് പോകാൻ പാടില്ല. അല്ല, ഞാൻ അവളെ പേടിച്ച് ഇവിടുന്ന് പോകുന്നത് എന്തിനാ? അങ്ങനെയുള്ളവരെ വെറുതെ വിടരുത് മോളെ. നിന്റെ അടുത്ത് അവന്റെ ഫോട്ടോ വലുതുണ്ടോ? ഞങ്ങളുടെ കയ്യിൽ അതിന് ക്യാമറയുള്ള ഫോണൊന്നും ഇല്ലല്ലോ. അങ്ങനെയുള്ള ദുഷ്ടന്മാരെ കാണുമ്പോഴേക്കും ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഇന്ന് എന്ത് വേണമെങ്കിലും നടന്നോട്ടെ, വെച്ച കാര്യം പിന്നോട്ടില്ല. എനിക്ക് അവനെ എത്ര പേരുടെ ഇടയിൽ നിന്നാലും തിരിച്ചറിയാം. കണ്ടാൽ ആളെ കൊല്ലാൻ അറപ്പില്ലാത്ത ഗുണ്ടയാണെന്നേ പറയൂ അവനെ. നീ ഇതുവരെ പറഞ്ഞത് വെച്ച് ഞാൻ കരുതി വേറെ ലെവലിലുള്ള ആളായിരിക്കുമെന്നാ. അവൻ വെറും ചീപ്പാണെന്നാണോ പറഞ്ഞു വരുന്നേ? എനിക്കെന്തോ നമ്മുടെ വികാസിനെ തന്നെ സംശയം തോന്നുന്നേ. അവൻ കാണാനൊരു തെരുവ് കൊണ്ടേ പോലെ അല്ലല്ലോ. അവനായിരിക്കില്ല. അവനെ ഇനി എവിടെയെങ്കിലും കണ്ട എന്നെ അറിയിക്കണം കേട്ടോ മോളെ. അവനെ പോലീസിൽ ഏൽപ്പിച്ച് വേണ്ട നടപടിയെടുക്കണം. ഇവളെന്താ ഇത്ര നേരം മീറ്റിംഗ്? എന്തിനാണെന്നാ? എനിക്ക് വേണ്ട ധാവണിയല്ലേ? എന്നെ വിട്. എന്നെ തൊടുന്നോടാ? എന്താ സാറേ, എന്നെ പിടിച്ചത് എന്തിനാ? തറവാട്ടി ഒന്ന് പോയിട്ട് വരാം. എന്താ സാർ, കളിക്കുവാണോ? പോയി ജീപ്പിൽ കയറാ. എന്തിനാ അറസ്റ്റ് ചെയ്തത് സാർ? എന്തിനാ ഏതിനാന്നൊക്കെ സ്റ്റേഷനിൽ പോയിട്ട് സംസാരിക്കാം. പോയി കയറാ. ആഹാ, റീസൺ പറയാതെ എങ്ങനെ അറസ്റ്റ് ചെയ്യും സാർ? നായക് സാർ, ഇവന്റെ പോക്കറ്റിൽ വേറെ എന്തൊക്കെയാണെന്ന് ചെക്കേ. അവന്റെ ഒരു കയ്യില് പിസ്റ്റൾ, മറ്റേ കയ്യില് താലി.
പോക്കറ്റിലാണേ മദ്യക്കുപ്പി. നിന്നെ അറസ്റ്റ് ചെയ്യാൻ വേറെ എന്താടാ വേണ്ടത്? സർ, ഇതൊക്കെ ഞാൻ സാധാരണ കൊണ്ടു നടക്കുന്നതാ സർ. എന്താടാ എന്റെ ചെവിയിൽ വല്ല ചെമ്പരത്തി പൂവുണ്ടോ? കേറാ വണ്ടിയിലെ. സർ, എന്നെ കുറിച്ച് നിങ്ങൾക്കറിയില്ല. ഏയ്, നിന്നെ കുറിച്ച് ഞാൻ എന്തിനാ അറിയുന്നേ? എന്നെ കുറിച്ച് നീ ഒന്ന് അറിഞ്ഞു വെച്ചോ. സർ, എനിക്ക് ഡിപ്പാർട്ട്മെന്റിലെ വലിയ വലിയ ആൾക്കാരെ അറിയാം. നിനക്ക് അവരെ അറിയാം, അവർക്ക് എന്നെ അറിയാം. CI കരൺ വന്ന് അറസ്റ്റ് ചെയ്തു എന്നറിഞ്ഞാ എന്നെ കുറിച്ച് പിന്നെ നീ കേൾക്കുന്നൊന്നും നല്ലതാവില്ല. ഡ്യൂട്ടിയിൽ പക്ക പെർഫെക്റ്റ് ആണെന്നും ഒരു ശുപാർശ എടുക്കില്ലെന്നും. അണ്ടർസ്റ്റാൻഡ്? എന്റെ ഇൻഫ്ലുവൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല സർ. ഇനിയൊരക്ഷരം നീ ഇവിടുന്ന് പറഞ്ഞാ ചവിട്ടി കൂട്ടി എടുത്തോണ്ട് പോകും നിന്നെ. നീയായിട്ട് പോയി വണ്ടി കയറിയോ അതാ നിനക്ക് നല്ലത്. അല്ല ഞാൻ എടുത്ത് വണ്ടിക്കകത്തിടണമെന്നാണെങ്കിൽ അങ്ങനെ ആക്കാം. എന്താടാ വേണ്ടത്? ചോയ്സ് ഈസ് യുവേഴ്സ്. പറഞ്ഞു കഴിഞ്ഞോ? അതോ അവനെക്കുറിച്ച് ഇനിയും നിനക്ക് പറയാനുണ്ടോ? കൊറേ നേരമായിട്ട് അവനെക്കുറിച്ച് പറഞ്ഞോണ്ടിരിക്കല്ലേ. എടാ ദുഷ്ട, ഒരാളുടെയും കണ്ണിപ്പെടാതെ അകത്ത് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ഇനി ഇവിടെ നടക്കാൻ പോകുന്ന ചേച്ചി അറിയാൻ പാടില്ല. ചേച്ചീനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞയക്കണം. ചേച്ചി, അവന്റെ സമയം മോശമാകുമ്പം ഉറപ്പായിട്ട് അവൻ നമ്മുടെ മുന്നിൽ പെടും. അതിന്റെ ശിക്ഷയും അവൻ തന്നെ അനുഭവിക്കും. നിങ്ങൾ അവനെ കുറിച്ച് ആലോചിക്കണ്ട, വെറുതെ ടെൻഷൻ ആവണ്ട. ചേച്ചി ഇപ്പൊ ഇവിടുന്ന് പോവാൻ നോക്ക്. വികാസ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ സുജാത ഇവിടെ ഇല്ലാതിരിക്കുന്നതായിരിക്കും നല്ലത്. റിംഗ് എക്സ്ചേഞ്ച് നടത്തുന്ന കാര്യം അറിയാതിരുന്ന കൂടുതലും നല്ലത്. ഞാനിങ്ങനെ നോക്കി നിൽക്കുന്നത് എന്തിനാ? അവൻ വരുന്നതിന്റെ കാരണം തന്നെ വേറെയാ. ഇന്നിവിടെ എന്തൊക്കെയാണാവോ സംഭവിക്കുക? മോളെ സുജാതെ, എന്തായാലും വന്നില്ലേ? ഇവിടെ ഇന്നൊരു പ്രധാന ചടങ്ങ് കൂടിയുണ്ട്, അത് കഴിഞ്ഞിട്ട് പോവാം. നിങ്ങളുടെ വിവാഹ വാർഷിക ആഘോഷിക്കാനുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. ഇത് വാർഷികാഘോഷത്തിൻ്റെതല്ല മോളെ, അവനി മോളുടെ കല്യാണ ചടങ്ങിന്റെ ആദ്യഘട്ടമാണ്. എന്താ പറഞ്ഞത്? ആവനിയുടെ കല്യാണത്തിന്റെ ചടങ്ങെന്നൊക്കെ പറഞ്ഞു? ചേച്ചി അങ്ങനെയൊന്നും ഇല്ല. നിങ്ങളിപ്പോ പോവാൻ നോക്ക് ചേച്ചി. ഇവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് അറിയണം. നീ നിക്ക്. ഇവിടെ എന്താ നടക്കുന്നത്? ആവനിയുടെയും വികാസിന്റെ റിംഗ് എക്സ്ചേഞ്ച് ഫംഗ്ഷൻ നടത്താൻ പോവോ? റിംഗ് എക്സ്ചേഞ്ച് നടക്കാൻ പോവാണെന്നോ? അതെ മോളെ, ഇന്നൊരു നല്ല ദിവസമായതുകൊണ്ട് അതും നടത്താന്ന് വെച്ചു. ഇതോടെ അവരുടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങുന്ന പോലെയോ. ആവനി സമ്മതിച്ചോ? അവനെ അറിയിക്കാതെയാ ഇതൊക്കെ അറേഞ്ച് ചെയ്തത്. അറിയാതെ ചെയ്തെന്ന് പറയുന്നോ? എന്നിട്ട് അറിഞ്ഞതിന് ശേഷം നീ എന്താ ചെയ്തേ? പെണ്ണുങ്ങളെ പോലെ കയ്യില് വളയം കിളിക്ക് അങ്ങനെ ഇരുന്നോ? ചേച്ചി എന്തൊക്കെ ചേച്ചി പറയുന്നേ? ഏയ്, ഞങ്ങളുടെ മരുമോന്റെ മുഖത്ത് നോക്കി എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നേ? എന്റെ മനസ്സിന് പൊള്ളിയാ. ആരെ വേണമെങ്കിലും ഞാൻ പറയും, എന്ത് വേണമെങ്കിലും പറയും. എനിക്ക് തോന്നിയതെല്ലാം ഞാൻ പറയും. അതിനിടയ്ക്ക് കയറി സംസാരിക്കാൻ നീ ആരാ? നീ നോക്ക്, കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കണം. സ്വന്തം മകളെ മര്യാദയ്ക്ക് വളർത്താൻ കഴിയാത്ത ഭാര്യയെ പേടിച്ച് നിൽക്കുന്ന നിനക്കാണോ ഞാൻ മര്യാദ തരേണ്ടത്? സുജാത, വാക്കുകൾ പറയുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. ഞങ്ങളുടെ കുടുംബക്കാരാവാൻ പോവര്. അവരുടെ മകളും എന്റെ മകനും തമ്മിലുള്ള നിശ്ചയം കഴിഞ്ഞതാണ്. അവരുടെയൊക്കെ മുഖത്ത് നോക്കി വെറുതെ വായ തോന്നിയത് പറയരുത്. ചേച്ചിയായി ഞാനിവിടെ ഉള്ളപ്പോ എന്നോടൊരു വാക്ക് പോലും പറയാതെ, എന്നെ ഒന്ന് അറിയിക്കാതെ വലിയ വലിയ തീരുമാനങ്ങൾ നിങ്ങൾ എങ്ങനെയാ എടുത്തത്? എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണോ? ഇത് നടക്കില്ല. ഇങ്ങനത്തെ വേണ്ടാതീനങ്ങളൊന്നും ഇനി നടക്കില്ല. ബോധമില്ല നിനക്ക്? പറയുന്ന കാര്യം നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഇവളുടെ കല്യാണം നടത്താതെ എത്ര കാലം ഇങ്ങനെ നിർത്തും? ഒരു നല്ല ആലോചന കൊണ്ടുവരുമ്പോ എന്തിനെങ്ങനെ വേണ്ടെന്ന് വയ്ക്കുന്നത്? എന്റെ അനീതിയുടെ കല്യാണക്കാര്യത്തിനുള്ള തീരുമാനം എടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം എനിക്ക് മാത്രമേ ഉള്ളൂ.
ചേച്ചിയായും അമ്മയായും എന്റെ അനിയത്തിക്ക് കുട്ടിക്കാലം മുതലേ എല്ലാം ഞാനാ. ഇടയ്ക്ക് എപ്പോഴോ കേറി വന്ന ഇതില് നിങ്ങളാരും അധികാരം കാണിക്കാൻ നിൽക്കണ്ട. ഇതെന്താ ഈ പെണ്ണ് മുന്നും പിന്നും നോക്കാതെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന? ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ എന്താ തെറ്റ്? ചേച്ചി, നിങ്ങളൊന്ന് നിർത്ത്. അമ്മാവനും അമ്മായിയും എന്റെ നല്ലതിനു വേണ്ടിയല്ലേ ചേച്ചി ഓരോന്ന് പറയുന്നേ. ചേച്ചിനെ ഒന്നും പറയാതെ പുറത്തേക്ക് പൊയ്ക്കോളൂ. നീ എന്തൊക്കെയാ അവനീ പറയുന്നേ? ഇതിൽ എന്താ നല്ലതുള്ളത്? ചേച്ചി, നിങ്ങളിങ്ങോട്ട് പോ. നിങ്ങളിങ്ങോട്ട് പോ. അവനി വീട്. അമ്മായി അമ്മാവനും എന്ത് ചെയ്താലും നിന്റെ നല്ലതിനാണെന്ന് പറഞ്ഞില്ലേ? ഇതിൽ എന്താ നല്ലത്? കല്യാണം കഴിഞ്ഞാൽ നിന്നെ മറ്റൊരുത്തിനെ പിടിച്ച് ഏൽപ്പിക്കുന്നതോ? ചേച്ചി, അത് നടന്നെങ്കിലല്ലേ? അത് തന്നെയല്ലേ അവിടെ ഇപ്പൊ നടക്കുന്നത്. അതല്ലാതെ പിന്നെ നിന്നെ ശ്രീകർ എന്താ വല്ല ആനപ്പുറത്ത് കയറ്റുന്നുണ്ടോ അതോ പല്ലക്കിൽ വല്ലതും ചുമക്കുന്നുണ്ടോ? എന്താ ഇവിടെ നടക്കുന്നേ? ചേച്ചി, അറിഞ്ഞുകൊണ്ട് ഞാൻ ആ കൊലക്കേറ് എന്റെ കഴുത്തിലിടാൻ സമ്മതിക്കുന്ന ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? നിന്റെ സ്വഭാവം കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നേ. നിന്നെ ഒരാളും ചവിട്ടുന്നില്ലെങ്കിലും നിന്നെ നീയായിട്ട് തന്നെ ഭൂമിയിലേക്ക് ചവിട്ടി താഴ്ത്തുന്ന പോലെ നീ ഇപ്പൊ ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു തീക്കളിയാവനി. ചേച്ചി, ഒരുപാട് സന്ദർഭങ്ങളിൽ ഞാൻ തോക്കാൻ പോയെടുത്ത് നിന്ന് അവസാന നിമിഷം ജയിച്ചു വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും അതുപോലെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന തന്നെയാ ഞാൻ വിശ്വസിക്കുന്നേ. ഞാൻ പറയുന്നൊന്ന് കേക്ക്, പ്രശ്നം ഉണ്ടാക്കാത്തൊന്ന് പോ. നോക്കാവനി, ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ മുന്നോട്ട് വരുന്ന എല്ലാ സമയത്തും നീ എന്നെ പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് വലിയ പ്രശ്നമാവും. നഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാ രണ്ടാളും ജീവിതകാലം മുഴുവൻ കരഞ്ഞോണ്ടിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ എവിടുന്നെങ്കിലും ചാടി ചാകേണ്ടി വരും.